എടാ നിന്റെ ഈ ചൂടഞ്ചമ്മിന്റെ സ്വഭാവം തൽക്കാലം നീ ഒന്ന് മാറ്റി വെക്ക്. ദേ നീയൊന്ന് മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ആ നെത്തോലിപ്പിണനാട് എന്റെ പട്ടി പറയും മാപ്പ്. ഡാ നീ പറയുന്നു. ആ തേവാത്തി കൊച്ചു വരുന്നു. വാ കേറുവാ കേറുവാ. ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും. ഇങ്ങോട്ട് വാടാ. എടാ മുണ്ടഴിച്ചിട. എന്നിട്ട് അണ്ടർവെയർ ഇട്ട് നിൽക്കാനാ? മുടക്കി കുത്തൊഴിക്കാൻ എനിക്കിപ്പോ സൗകര്യമില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനി ആരെയാ തല്ലേണ്ടത്? അയ്യോ അത് അവനൊരു കയ്യബദ്ധം പറ്റിയതാണ്, മാപ്പാക്കണം. ഇതങ്ങനെ മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലല്ലോ. പിന്നെ ശരിക്കും മാപ്പ് പറയേണ്ട ആള് ദേ ഒലക്ക വിഴുങ്ങിയ പോലെ നിൽക്കുകയും ചെയ്യുന്നു. ഒലക്കയിലെ കാലത്തെ ഒരു കുട്ടി പുട്ടാണ് വിഴുങ്ങിയത്. തിമറ് വേണ്ട, തിമറ് വേണ്ട, വേണ്ട. മലയാളത്തിൽ 2 പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. എന്തടാ പട്ടികളെ, തെണ്ടുകളെ, ഊളന്മാരെ, എന്തടാ നിന്റെ കണ്ണാക്കിൽ പിന്നാക്ക് തള്ളിക്കയറ്റി വെച്ചേക്കാരാ? നിനക്കൊക്കെ അറിയോ, പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്തെ കന്നിയായിരുന്നു ഞാൻ. ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാടായിരുന്നു എന്റേത്. എന്റെ അച്ഛൻ ഗുണ്ട, എന്റെ അമ്മാവൻ ഗുണ്ട. നിനക്കറിയോ, എന്തിനേറെ പറയുന്നു, എന്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു. ആ ഗുണ്ടി അയ്യോ ഒന്നും പരിചയപ്പെടേണ്ടതായിരുന്നു ആ ഗുണ്ടിയെ. വേണ്ട, இந்த അമ്മ പൂങ്കാവനം പറഞ്ഞതുകൊണ്ട് മാത്രമാ തേവലയ്യാവോട് ഞങ്ങളൊന്നും പറയാതിരുന്നത്. இந்த അരുമയാണ് മുഖത്ത് ആരോ ഒരുവൻ അടിച്ചെന്നറിഞ്ഞാൽ ഇങ്ങനെ നിലഞ്ഞു നിൽക്കാൻ ഈ പൂമുഖത്ത് നിങ്ങൾ ആരും ഉണ്ടാവില്ല. കേട്ടടാ കച്ചറ മലയാളിസേ. ഞങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം ആ ലോറി, അത് പിടിച്ചു വെച്ചിട്ട് എന്നാ കിട്ടാനാ? അതിങ്ങ് തന്നേരും. തരില്ല, തരില്ല, തരമാറ്റേൻ. ആ ലോറി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോളായിരുന്നു. അവര് പണം തന്നില്ലെങ്കിൽ നിങ്ങൾ തരാമെന്ന് ജാമ്യം നിന്നതല്ലേ? ജാമ്യക്കാരി ഈ നാട്ടിൽ നിന്ന് പോയാൽ എങ്ങനെയാ? ജാമ്യം നിന്നതിനും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇങ്ങനെ എല്ലാറ്റിനും മാപ്പ് ചോദിച്ചാൽ മാത്രം പോരല്ലോ. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? എന്നെ തിരിച്ചു തല്ലണ? തല്ലിക്കോ. ആദ്യമായിട്ടൊരു പെണ്ണെ തല്ലിയെന്ന ദോഷം അങ്ങനെ തീരുകയാണ്, തീർന്നോട്ട. അടിക്കടി. എന്താ അടിക്കണില്ലേ? ഇയാളെ തിരിച്ചടിക്കാൻ ഇയാളുടെ അനുവാദം ഒന്നും വേണ്ട എനിക്ക്. ഞാനത് തരേണ്ട സമയത്ത് തന്നോളാം. മോളെ മതിയപ്പ, മാപ്പ് പറഞ്ഞ് നമസ്കരിച്ചിട്ട് കിട്ടിയല്ലോ ലോറി. അപ്പനത് വയ്ക്കേ. അതെ ഞങ്ങൾ എടാ മതിയടാ, വളഞ്ഞ് ഒടിഞ്ഞു പോകും. വളഞ്ഞാലെന്താ ലോറി കിട്ടിയാ പോരെ? ആ ലോറി നീ എടുത്തോ, എന്നിട്ട് 4 നേരം വെച്ച് പുഴുങ്ങി തിന്നി തടി ഒന്ന് നന്നാകട്ടെ. എന്നെ തല്ലിയ കടം ഇപ്പൊ വീടി. ഇവള് മിടുക്കിയാണല്ലേ. ഇത് ജാക്കിച്ചാന്റെ പെങ്ങളാ. ഇതെന്തൊരു ജന്മോ? തേവറയ്യാവർത് அடுத்த பஞ்சாயத்துக்கு முன்னாடி எல்லாம் சொன்ன மாதிரி செய்யும். പറഞ്ഞത് കേട്ടില്ലേ? ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. വല്ല പിരിവിനും വന്നതായിരിക്കും. யார் நீங்க? ஊருக்கு புதுசா? പ്രസിഡന്റ്, ഇവിടുത്തെ തേവരുടെ ആൾക്കാർ വന്ന് ഞങ്ങളുടെ ലോറി ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോന്നുങ്ക. പ്രസിഡന്റ് ഒന്ന് ഇടയിൽപ്പെട്ടായി അതൊന്ന് തിരിച്ചു വാങ്ങി തന്ന് പണിയിടണം. എന്തിനാ ഇവരുടെ ലോറി പിടിച്ചെടുത്ത്? തേടാ പ്രസിഡന്റ് മലയാളീസാണ്. ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മലയാളീസിന് എവിടെ ചെന്നാലും മലയാളീസ് ഉണ്ടാവും. കാര്യങ്ങൾ ഞാൻ പറയാം പ്രസിഡന്റെ. ഇവിടുത്തെ തേവരെന്ന് പറയുന്ന കൊഞ്ഞാണനുണ്ടല്ലോ, മഹാനാറിയ. തേവർ ആൾക്കാർ മറ്റൊരു മലയാളീസായ പണിക്കരുടെ വീട് ജപ്തി ചെയ്യാൻ വന്നു. എന്റെ പിള്ളേർ അവന്മാർക്കിട്ട് ജയിക്കും കൊടുത്തു. പിന്നെ തേവരുടെ മോള് ദാ പിശാചു വന്ന് കുറച്ച് ജാട കാണിച്ചപ്പോ ഇവൻ അവക്കിട്ടൊന്നും കൊടുക്കുകയും ചെയ്തു. ഈ നിസ്സാര കാര്യത്തിനാണെന്ന് തെണ്ടിയിൽ ലോറി പിടിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളെ വിഷമം കേട്ടിട്ട് പ്രസിഡന്റ് പോകണ തരുമെന്ന് മക്കളെ. വേണ്ടപ്പാ, വിട്ടിട്ട്. പ്രസിഡന്റ് തേവരാണ് മക്കളെ. നിന്റെയൊക്കെ ശവം പുറത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ ഗേറ്റ് തുറക്കൂ. തേവരുടെ മോളെ ഉപദ്രവിച്ചിട്ട് ജീവനും കൂടി ഇവിടുന്ന് പോവാന്ന് കരുതിയോടാ. അയ്യോ, അതിന് മാപ്പ് പറയാൻ കൂടിയാ ഞങ്ങള് വന്നത്. പോരാത്തതിന് ഈ പെങ്കൊച്ച് അവന്റെ പുറം പൊളിയുന്ന മാതിരി അടി അടിക്കുകയും ചെയ്ത്. അപ്പൊ പിന്നെ എല്ലാം തീർന്നില്ലേ ദേവരേട്ടാ? ശിക്ഷയൊക്കെ ഞാൻ കൊടുത്തതാ. ഇനി അവര് പൊയ്ക്കോട്ടെ അപ്പാ. അതെ,
വാ മക്കളെ. പോകാൻ വരട്ടെ. കുഴഞ്ഞ കുറെ ശൂരന്മാര് നാട്ടിൽ നിന്ന് വന്ന് തേവരുടെ ആളുകളെ തോപ്പിച്ചിട്ട് അങ്ങനെ വെറും കൈയോടെ പോകുന്നത് ശരിയാണോ? രാജാക്കണ്ണ്, ഓ, പണിക്കരുടെ വീടിന്റെ ആധാരവും ഇവരുടെ ലോറിയുടെ താക്കോലും. സ്തോത്രം. ഇതാ താക്കോലും ആരാധവും. പണിക്കരെ സഹായിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ ശൂരത്വമൊക്കെ കാട്ടിയത്? ഇതാ പണിക്കരുടെ ആധാരവും ലോറിയും നിങ്ങൾക്ക് കൊണ്ടുപോവാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ആളുകളെക്കാൾ ശൂരന്മാരാണെന്ന് എനിക്ക് കൂടി ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഇത് മാത്രമല്ല ചോദിക്കുന്നത് എന്തും തരും തേവര്. കരുത്തും തൻ്റെ ഇടവും തന്നെയാ ഈ തേവരുടെയും പിൻബലം. അതിന് ക്ഷതമേക്കാൻ ഈ തേവര് സമ്മതിക്കില്ല. തങ്കവേലു, ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അല്ലതേവാരെ, ഇതിപ്പോ കാര്യങ്ങൾ ഒരു ജാതി വടക്കം പാട്ടിലുള്ള ഈ മല്ലനെ ജയിക്കാൻ ഞങ്ങൾ 3 പേരും കൂടെ വിചാരിച്ചാൽ നടക്കില്ല. എന്തൊരു സൈസാണ് കയറാൻ പറഞ്ഞവൻ. അതുകൊണ്ട് അപ്പനെയും ഇവനെയും വെറുതെ വിട്ടേക്ക്. എന്നെ വേണമെങ്കിൽ ഇവൻ അടിച്ചു തീർത്തി നോട്ടെ. പക്ഷെ ഒരു കാര്യം, അപ്പന്റെ ഇവന്റെയും ദേഹത്ത് ഒരു ബോറ് പോലെ കേൾക്കാൻ പാടില്ല. വേണ്ട, അയാള് പറഞ്ഞ കേട്ട് നീ വലിയ ടൂർണമെന്റിനും നിൽക്കണ്ട. പണിക്കുമായിട്ടുള്ള ഇടപെടാന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ തീർത്തോ. എന്റെ പൊന്ന് ദേവരിയേട്ടാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അതിന് മാപ്പും പറഞ്ഞു. പിന്നെയും പറഞ്ഞു മാപ്പ്. ഞങ്ങളോട് എക്സ്ക്യൂസ് മീ, ഞങ്ങളിനൊരു കുഴപ്പത്തിനും പെടുന്നില്ല. ആ ലോറി വേണമെങ്കിൽ ഇവിടെ കിടന്നോട്ടെ. ഇയാൾക്ക് മനസ്സുള്ളപ്പോ തന്നാ മതി. വാടാ മക്കളെ. ഇതിന് കാര്യം പറഞ്ഞ മനസ്സിലാകത്തില്ലേ? അങ്ങോട്ട് മാറി നിൽക്കടാ പാണ്ടി. അപ്പൊ ഞാനും കൂടെ ഇറങ്ങി അവനെ ഏൽപ്പട്ടെ. നീ നിക്ക് വെറുതെ തടി കിടാക്കണ്ട. അവൻ കൈകാര്യം ചെയ്തോളും. കോട്ടിന് പുറത്തു വന്ന് നമുക്ക് അടിക്കല്ല. അങ്ങനെ ബലത്തി എഴുതാം. ചാടി ചവിട്ടറാ. അവന്റെ കൂമ്പിനെ ഔട്ടറാ. അത് കലക്കി മോനെ. ഓഹോ, പറന്നടിക്കടാ. നീ തൊമ്മന്റെ മോൻ തന്നെ. അടിച്ച് കൊള്ളവന്മാരെ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്. വാ വാ. ദേവാര് പറഞ്ഞതുപോലെ ഇത് രണ്ടും ഞങ്ങൾ എടുക്കുകയാണ്. എന്തും തരാന്ന് പറഞ്ഞതല്ലേ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ പാറുവിനെ എനിക്ക് അടിച്ചു വേണ്ട, വെറുതെ പ്ലഷർ കൂട്ടണ്ട. ചുമ്മാതെ ചോദിച്ചതാ. പിന്നെ എന്തും തരാവുന്ന രാജാവിനെ പോലെ കയറി ഇന്ന് അലോൻസ് ചെയ്യരുത്. ഞങ്ങൾക്കാരുടെ ഓചാരം ഒന്നും വേണ്ട. പണിക്കരുടെ ആധാരത്തിന് ബദലായിട്ട് ഞങ്ങളുടെ വണ്ടി താനെടുത്ത് മുണുങ്ങി പോട്ടെ. എടാ, എന്തും തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നും മേടിക്കാണ്ട് പോയാൽ അത് ദേവനായിട്ടൊരു മനോവിഷമാകത്തില്ലേ മോനെ? എന്തെങ്കിലും മേടിച്ചോണ്ട് പോടാ. പിന്നെ ഇവൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് ഒരു കരിങ്കുരങ്ങ് രസായനങ്ങളും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ ദേവരെ? അതുകൊണ്ട് ഈ മുതലിനെ ഞങ്ങളങ്ങനെ കൊണ്ടുപോകുക. എന്നെ കൊണ്ടുപോവല്ലേ? എന്നിൽ ഔഷധ ഗുണമില്ലേ? എന്നിൽ ഔഷധ ഗുണമില്ലേ? ദേവരയ്യ, എല്ലാം മിശികാതമ്പുരാന്റെ തീരുമാനങ്ങളാ. എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ല. ഇത്രയൊക്കെ സഹായിക്കാൻ വേണ്ടി ഞാൻ, എന്നാലും നിങ്ങളുടെ ആകെയുള്ള സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് അതൊക്കെ ഇനി ഉണ്ടാവും മണിക്കരേട്ടാ. നിങ്ങൾ ഇനി ഇവിടെ നിന്ന് എങ്ങും പോകുന്നില്ല. ഇനി ഇത് നിങ്ങളുടെ വീടാ.
ആ നല്ല മസിലുകൾ. ഈ ജിംനേഷ്യത്തിൽ സ്ഥിരമായി പോകാറുണ്ടോ? അങ്ങടെ അമർത്തി തടകണ്ട രാജാക്കണ്ണേ, നീ ഞങ്ങളുടെ അടിമയല്ലേ? ഇത് കഴിഞ്ഞിട്ട് വിറകിറാണല്ലോ. ഇനി മുതൽ ഇവന്റെ പേര് രാജാക്കണ്ണൻ എന്നല്ല, അടിമക്കണ്ണൻ എന്നാണ്. എടാ അടിമക്കണ്ണൻ, ഓ. നീ എങ്ങനെയാടാ ഇവിടെ എത്തിയത്? അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാ? അതെ, എനിക്കൊരു അമ്മാവന്റെ മകളുണ്ടായിരുന്നു, എൻ്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു തമിഴിലോരിടിച്ച് മരിച്ച്. എന്നിട്ട് എന്ത് ചെയ്യാൻ? അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോറിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ശാപം. പക്ഷേ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി. അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തോളിലായി. അതെനിക്കിഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. ഞാൻ ഇത് തെറ്റാണോ? പോയി തടാടാ പോത്തെ. എടാ അടിമക്കണ്ണൻ, എന്തോ എങ്ങനെയുണ്ടാ നമ്മുടെ ആ തേവാത്തി? എങ്ങനെ 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 എങ്ങനെ? ചുമ്മാതെ അറിയാൻ വേണ്ടി ചോദിച്ചാണ്. തേവാര മകളെ ആ കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ അവളുടെ കയ്യിലൊരു വൃത്തികെട്ട സ്വഭാവം ഉണ്ടെന്ന്. തികട്ട സ്വഭാവം. ആ ആരെങ്കിലും അവളെ കുളിക്കോർത്ത് കുളിഞ്ഞു നോക്കിയാ മോഹടിച്ച് പൊട്ടിക്കൊന്നേ. ഒരു ദിവസം എനിക്ക് ഇട്ടിട്ട് കിണ്ണിട്ടിട്ടേ എന്റെ മറുക തെറിച്ചു പോയതാണ്. എന്നിട്ട് രണ്ടാമത് മുളച്ചു വന്നാണത്. ഇത് ഞാൻ ഒരു ഉണക്ക മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണേന്ന്. എന്നൊരു കാര്യം ചെയ്യ്, ഇപ്പുറത്തൊരു കശുവണ്ടി പരിപ്പ് കൂടി മേടിച്ച് ഒട്ടിച്ചു നോക്ക്. അതൊക്കെ ഭയങ്കര ബോറായിരിക്കും. അതെടുത്ത് മാറ്റടാ. ഉണക്കമുന്തിരി കളയാൻ അപ്പൻ്റെ അടുത്ത് ഞാൻ കൊടുത്തയച്ച വീടിന്റെ ഡോക്യുമെന്ററി കിട്ടിയല്ലേ? നിങ്ങളോടൊക്കെ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന്. താങ്ക് യു ഒക്കെ പറയേണ്ട അന്യരോടല്ലേ? നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ കഴിച്ചത് തന്നെ. ഒന്ന് ചിരിച്ചേ, ചിരിക്കുന്നേ. മതി, എന്നും കുട്ടിയുടെ മുഖത്ത് ഈ മ്ലേച്ഛത കണ്ടാ മതി. എന്റെ കൊലദേവതേ, ഇനി ഈ മണ്ണിൽ നിന്ന് എല്ലാം നമുക്ക് നേരണം. നമുക്കൊരു പുതിയ ലോറി വാങ്ങണം. എല്ലാം സാധിക്കും. എല്ലാം നമുക്ക് ഈ മണ്ണ് തരും. ദേവി എടാ നീ ഏറ്റല്ല ഏറ്റെന്ന് പറഞ്ഞില്ലേ? അപ്പാ നേരെ സന്ധ്യയായി, വേഗം വന്ന് കള്ളു കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. ഇന്നത്തെ റേഷൻ കഴിഞ്ഞല്ല, പിന്നെ എന്താടാ ഒരു ബോണസ്? അപ്പനൊന്ന് വേഗം വാപ്പ. അവൻ എത്ര നേരമായി കിടന്ന് വിളിക്കണത്? ഇന്നെന്താണ് രണ്ടും ഒറ്റക്കെട്ടാണല്ല? ഞങ്ങൾ എന്നേ ഒറ്റക്കെട്ടാണ്. 10ഉം 12ഉം വയസ്സുള്ളപ്പോ അനാഥാലയത്തിൽ നിന്ന് ചാടിയത് തന്നെ ഒരു കെട്ടുമായിട്ടാണ്. അങ്ങനെയല്ലേ കടത്തിന്റെ കിടന്ന് അപ്പനെ കെട്ടി. അന്ന് മുതൽ കട്ടും ഓട്ടിച്ചും കള്ളു മേടിച്ചു വന്ന അപ്പനെ ഞങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കി. എന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അപ്പം വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ചക്കിക്കുത്തുന്ന വർത്താനം പറയരുത്. നിന്റെയൊക്കെ ജീവിതത്തിൽ എന്താണ് ഒരു കുറവ്? സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് നല്ല ഒന്നാം തരം ഒരു അപ്പൻ. ഇനി അമ്മ വേണോടാ? ഓ, ഇനി എനിക്ക് കേട്ടാൻ വയ്യ. എന്റെ മേരിക്കുട്ടിയുടെ ആത്മാവിന് പിരാന്ത് പിടിക്കും. അപ്പൊ അതല്ലപ്പ, പിന്നെന്താ? അവനൊരു കൂട്ട് വേണമെന്ന്. എടാ അവന് കൂട്ടല്ലേ നീ? നിനക്ക് കൂട്ടവൻ, നിങ്ങൾക്ക് കൂട്ടി ഞാൻ. പിന്നെന്ത് പുതിയ കൂട്ട്? അതല്ലപ്പ, അവനെ ഒരേ കുഞ്ഞിക്കാല് കാണണമെന്ന്. എനിക്ക് വയ്യ. അത്രേ ഉള്ള. ആ, നാളെ അംഗനവാടി വിടുമ്പോ അപ്പന്റെ മക്കൾ അപ്പന്റെ കൂടെ വാ. എത്ര കുഞ്ഞിക്കാല് മോന് കാണണം? അപ്പൻ കാണിച്ചു തരായേ. അപ്പനെന്ത് കോപ്പാണ് ഈ പറയണത്? എന്താടാ? അപ്പ ഇവനെ പണിക്കരുടെ മോളാടെ മോളാട് ഒരു ഡിങ്കോൾഫി. ഡിങ്കോൾഫിയ? അതെന്താണ്? ലപ്പേ ലപ്പ്. ഇവന് ലപ്പാണെന്നാര് പറഞ്ഞു? അവൻ പറഞ്ഞു. അവൻ നിന്നേടെ പറഞ്ഞെന്നുള്ളത് നേരാണ്? പിന്നല്ലാതെ. എടാ അവൻ അങ്ങനെ ദുരിതച്ചുണ്ടെങ്കിൽ ആദ്യം എന്നോട് വേണ്ടേ പറയാൻ? പിന്നെ ഞാൻ എന്തിനാണ് അപ്പന്റെ കുപ്പായി വിട്ടാണ് നടക്കണത്? അവന്റെ അപ്പം തൊപ്പം നീയല്ലല്ല, ഞാനല്ലേ? നീ കേട്ടതിന്റെ എച്ചിലേക്ക് ഞാൻ എന്താണ് പട്ടിയാ? അതല്ലപ്പ, അത് അപ്പനുള്ള റെസ്പെക്ട് കൊണ്ട് പറയായിരുന്നാണ്. നേരാണോ? പിന്നല്ലാതെ. മക്കളുടെ പ്രേമ അപ്പന്മാരോട് പറയാൻ നോക്കുക. സത്യമാണോ? ഇരിയടാ പട്ടി, ചേടാ പന്നി. സത്യം പറഞ്ഞോളം, നിന്റെ പ്രേമം ഒറിജിനലാണോ അതോ കുന്നുങ്ങളാണോ? ഒറിജിനലാ. അപ്പനെ ഒന്ന് പണിക്കരേട്ടനോട് രഹസ്യമായിട്ട് സംസാരിക്കണം. ഇവിടെ അപ്പൻ എന്തിനാണ് പണിക്കോട് രഹസ്യമായിട്ട് സംസാരിക്കണത്? നീ എന്താ പെണ്ണ് പിടിക്കാൻ പോണം? അപ്പം നാളെ പോയി പരസ്യമായിട്ട് ചോദിക്കും. എന്താപ്പാ? ഏയ് അതൊന്നും വേണ്ട. പിന്നെ നാളെ നമ്മള് പരസ്യമായിട്ട് ചോദിക്കുന്നു. ഇന്നെല്ലാവരും അണിഞ്ഞൊരുങ്ങിയാണല്ലോ. എന്താ ടൗണിലേക്ക് വല്ലതും? ഇങ്ങോട്ട് തന്നെ വന്നതാർന്ന്. ഞാൻ പറയാൻ തുടങ്ങാൻ പോവാറുന്ന്. അപ്പോഴത്തേക്ക് എത്തിയില്ല. ദേ ആദ്യമായിട്ട് അവൻ അങ്ങാട്ട് കൊടുക്കും. മേടിച്ചോടാ കള്ള.
ദേ ഞങ്ങളുടെ ഈ സത്യനെ കുറിച്ച് മോക്കടെ അഭിപ്രായം എന്താണ്? കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരൻ, രസികൻ. അല്ല എന്താ അല്ലേ മോളെ? പക്ഷെ ജോലി കൃഷിയാ. വിദ്യാഭ്യാസം അപ്പൻ എന്തിനാണ് ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത്? ഞങ്ങൾ വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഉള്ള ആളുകളല്ല. പക്ഷെ ഇവൻ സ്നേഹിച്ചാൽ ജീവൻ കൊടുക്കും. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് കുരുത്തക്കേടും കാണിക്കും. പണ്ട് ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ളവരാ. പക്ഷെ ഇപ്പൊ നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ് തൊമ്മനും മക്കളും നല്ലവരാ. ഇനി മേലാട്ട് അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. ആ കാര്യം ഗ്യാരണ്ടിയാ. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ? ഞാനെന്തെങ്കിലും നിങ്ങളോട് അറിയാതെ? അങ്ങനെയൊന്നുമില്ല. കാര്യങ്ങൾ വളച്ചൊടിക്കാതെ അങ്ങോട്ട് പറയാവില്ല. എന്റെ മോൻ സത്യനെ പണിക്കരേട്ടന്റെ ഈ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുവാ? അത് നടക്കില്ല. ശരിയാണ്. ഞങ്ങൾ നിലവർന്ന കാര്യങ്ങൾ ആലോചിച്ചത്. ചിരി അടുപ്പവും പരിചയമൊക്കെ ആയപ്പാ ഞങ്ങളെ തന്നെ മറന്നുപോയി. അതുകൊട്ടെ, സാരല്ല. അപ്പാ പോവാ ആടാ. അയ്യോ, അതുകൊണ്ടല്ല. എന്റെ മോടെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതാ. നിങ്ങൾ അറിയാത്ത ചില കഥകളുണ്ട്. കുടുംബത്തിന് താങ്ങുതള്ളുമായി എനിക്കൊരു ആന്തരി ഉണ്ടായിരുന്നു. എന്റെ മകൻ ഗോപികൃഷ്ണൻ. തേവരുടെ കമ്പനിയില് അവന് മാനേജരായി ജോലി കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരണത്. അവന്റെ കാര്യപ്രാപ്തി കൊണ്ട് കമ്പനി വളർന്നപ്പോ തേവർക്ക് അവനെ ഒരുപാട് ഇഷ്ടമായി. തേവരുടെ മകളെ തേവര് തന്നെ അവന് വേണ്ടി കല്യാണം ആലോചിച്ചു. ഞങ്ങൾ അത് ഉറപ്പിക്കുകയും ചെയ്തു. കല്യാണത്തിന് 2 ദിവസം മുമ്പ് കമ്പനികളിൽ നിന്നും ബാഗിലടയ്ക്കാൻ കൊണ്ടുപോയ വലിയൊരു തുകയുമായി എന്റെ മകൻ കടന്നു കളഞ്ഞു. അവന് പട്ടണത്തിലേതോ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നത്രേ. എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാടറിഞ്ഞ് നടത്തേണ്ട കല്യാണം മുടങ്ങിയതിന്റെ വിഷമത്തിൽ തേവരുടെ ഭാര്യ മരിച്ചു. അതോടെ തേവരുടെ മകൾ ഇനി കല്യാണമേ വേണ്ട എന്ന് തീരുമാനിച്ചു. തേവർക്ക് ഞങ്ങളോട് പക തോന്നാൻ ഇതിൽ കൂടുതൽ കാരണം വല്ലതും വേണോ? എന്റെ കൃഷിയും സകല അധ്വാനങ്ങളും തകർത്തു. എന്നെ ഒരു കടക്കാരനാക്കി. എങ്കിലും ഞാൻ പിടിച്ചു നിന്നു. ഈ ദുരിതത്തിൽ നിന്നും എന്റെ മോളെങ്കിലും രക്ഷപ്പെട്ടെ എന്ന് കരുതി ഞാൻ അവളുടെ കല്യാണം ഉറപ്പിച്ചു. ഇവരോട് നിർത്താൻ പറ. ഞങ്ങളെ ഉപദ്രവിച്ചത് മതിയായില്ലേ നിങ്ങൾക്ക്? എന്റെ മകൾക്ക് ഒരു ജീവിതമില്ലാതിരിക്കുമ്പോ നിന്റെ ഈ മകൾ സുമംഗലിയായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾ ജീവിതകാലം മുഴുവൻ വിധവയായി നിന്റെ മുന്നിൽ തന്നെ കഴിയണം. വെട്ടിക്കൊല്ലവനെ. എന്റെ മോനെ ഒന്നും ചെയ്യരുത്. അവനെ ഉപദ്രവിക്കല്ലേ. എന്നെ കൊല്ലരുന്ന് പറത്തേവരെ. എനിക്ക് പെണ്ണിനെ വേണ്ട. എനിക്ക് എന്റെ ജീവൻ മാത്രം മതി. എങ്കിൽ നീ കെട്ടിയ താലി നീ തന്നെ അഴിച്ചെടുക്ക്. ഇവന്റെ മോളുടെ കഴുത്തിൽ ഇനി ആരെങ്കിലും താലി കെട്ടാൻ തുനിഞ്ഞാൽ പിന്നെ ഈ തേവർ അവന്റെ ജീവൻ തിരിച്ചു തരില്ല.